ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഫോണ്ടൻ്റ് കൊണ്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം കേക്കിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, വിപ്പിംഗ് ക്രീം കേക്കിൽ ഫോണ്ടൻ്റ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അത് മെൽറ്റായി പോകുമോ, എത്ര നേരം നിൽക്കും, അത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, ഒരു ഡപ്പിയിൽ ഇതുപോലെ കവറിലാക്കിയിട്ടാണ് കേട്ടോ ഫോണ്ടൻ്റ് കിട്ടുന്നത്. ഇതിന് 70 രൂപയാണ് ഈ ഫോണ്ടൻറ്റിന്. അപ്പോൾ ഇത് പുറത്തെടുക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ഹാർഡായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് നമുക്കൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് CMC പൗഡറാണ്. സോഫ്റ്റാക്കാൻ മാത്രമല്ല, നമ്മൾ ഏത് ഷേപ്പിലാണോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്, അപ്പോൾ ആ ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ CMC പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു ടീസ്പൂൺ, കുറച്ചെടുത്ത് ഒരു ടീസ്പൂണ്, ഏകദേശം ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ടാവും കേട്ടോ. അത്രയും ചേർത്തത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തൂലേ, അതുകൊണ്ട് പരത്തിയെടുത്താലും മതി, അല്ലെങ്കിൽ ഒന്ന് കൈ വെച്ച് പരത്തിയെടുത്താലും മതി. അപ്പോൾ ഇതുപോലത്തെ കട്ടർ വാങ്ങിക്കാനായിട്ട് കിട്ടും നമുക്ക്, അതും കേക്കിൻ്റെ കടയിൽ ചോദിച്ചാൽ മതി. ഇതുകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ബാക്കിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആ ഡിസൈന് ആ പൂവിൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യാതെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫ്ലവറിൻ്റെ ഡിസൈന് ഫുള്ളായിട്ട് അതിൽ വരില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേ രീതിയിലാണ് കേട്ടോ അത് കിട്ടുക. ഇങ്ങനെ 3 എണ്ണമായിട്ട്, ചെറുത്, പിന്നെ ഒരു മീഡിയം, പിന്നെ വലുത്, അങ്ങനെ 150 രൂപയാണ് കേട്ടോ അതിന്. അപ്പോൾ ഇതൊക്കെ കേക്കിൻ്റെ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ്. പിന്നെ നമുക്ക് പേര് എഴുതാനായിട്ട് ഇതുപോലത്തെ സിലിക്കൺ മോൾഡ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് അതിൽ നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ സിലിക്കൺ മോൾഡ് വാങ്ങിച്ചാൽ നമുക്ക് ചോക്ലേറ്റ് വെച്ചും നമുക്ക് പേര് എഴുതിയെടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ചോക്ലേറ്റ് കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഈസി ഇതാണ് കേട്ടോ തോന്നിയത്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് പൊട്ടാതെ കിട്ടുന്നുണ്ട്. അത് ഈ CMC പൗഡർ ചേർത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇതുപോലെ ഫോണ്ടൻ്റ് മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ അത് നമ്മൾ എടുക്കുമ്പോൾ പൊട്ടിപ്പോവും. ഇതിപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്ത് ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് നല്ലൊരു ഡപ്പിയിൽ ഇട്ട് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കേക്ക് കൊണ്ടുപോകുന്ന കേക്കാണെങ്കിൽ കൊണ്ടുപോകാൻ നേരത്താണ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ കട്ടിയിൽ ചെയ്യുമ്പോൾ കൂടുതൽ സമയം ഫോണ്ടൻ്റ് മെൽറ്റ് ആവാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ അക്ഷരങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫോണ്ടൻ്റ് കൊണ്ടുള്ള പേരും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ചില ഫ്ലവേഴ്സിലൊന്നും ഡിസൈന് മുഴുവനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഡിസൈന് വരാത്തത്. അപ്പോൾ അല്ലാത്തതൊക്കെ ചിലതൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീഡിയം സൈസിൽ 2-3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മോഡൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് കേക്കിന് മുകളിൽ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ 1.5 കിലോത്തിൻ്റെ ഒരു കേക്ക് ഞാൻ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കേക്കിന് മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയിൽ ചെയ്താൽ മെൽറ്റാവുന്ന പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ടും കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം എടുത്തപ്പോഴും ഈ ഫ്ലവറൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്, കുറച്ച് കട്ടിയിൽ ചെയ്താൽ ലെറ്റേഴ്സ് ആണെങ്കിലും ഫ്ലവർ ആണെങ്കിലും അത് ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്നൊന്നും മെൽറ്റായി പോകുന്ന പ്രശ്നം വരുന്നില്ല. പിന്നെ പറ്റ തിന്നായിട്ട് ചെയ്യുമ്പോഴാണ് മെൽറ്റായി പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ. പിന്നെ നിങ്ങൾക്ക് പേടിയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകാൻ നേരത്ത് മാത്രം ഫ്ലവേഴ്സ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫ്ലവേഴ്സ് ആണെങ്കിലും ലെറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ തലേ ദിവസം റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് റെഡിയാക്കിയ ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് പുറത്ത് തന്നെ വെക്കാം. അപ്പോൾ പുറത്ത് വെച്ചാൽ തന്നെ നമുക്കത് കയ്യിലെടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടും. അപ്പോൾ മെൽറ്റായി പോകുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്.
എങ്കിൽ മാത്രമേ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.